ഈ സർക്കാരിന്റെ ശത്രു ഈ സർക്കാരിനുള്ളിൽ തന്നെയാണെന്നാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. വിനാശകാലി വിപരീത ബുദ്ധി എന്ന് തന്നെ പറയാം. നാശത്തിന്റെ സമയമാകുമ്പോൾ നമ്മുടെ ബുദ്ധി പതറും, നമ്മൾ ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യും, അത് നാശം എളുപ്പത്തിലാക്കും. ഈ ഡോക്ടർ നിങ്ങളുടെ പാർട്ടിക്കാരനാ, കുറച്ച് CPM കാരനാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അദ്ദേഹം ഒരു തെറ്റു ചെയ്തു, അത് നമ്മൾ സമ്മതിക്കാതെ വയ്യ. കാരണം ഈ സിസ്റ്റത്തിനെതിരായിട്ട് സംസാരിച്ചു. ചികിത്സിക്കാൻ ഉപകരണങ്ങളില്ലെന്ന് പറഞ്ഞു. അതുമൂലം രോഗികളെ ചികിത്സിക്കാനാവാതെ അവരെ പറഞ്ഞു വിടുകയാണെന്ന് പറഞ്ഞു. ഇത് 1-ാം നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളെ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൊണ്ടിട്ടുണ്ടാവും, നൊന്തിട്ടുണ്ടാവും. പക്ഷെ എന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിനെതിരെ ഇതുപോലുള്ള നീചമായ നടപടികൾ എടുക്കരുത്. അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി വരുന്നു, അതിനുശേഷം മോഷണ കേസിൽ പെടുത്താൻ നോക്കുന്നു. എത്ര ക്രൂരമാണ് ഇത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്.